ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിതൊരു ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ വലിയ മീനിനെ പിടിക്കാൻ സ്പൈഡർ ഹുക്കിൽ തീറ്റയൊക്കെ ഇട്ടിങ്ങനെ സ്ട്രൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇരുന്ന സമയമില്ലേ, ആ സമയത്ത് നമ്മൾ കയറ്റുകൊണ്ടായിട്ട് പരൽ പിടിക്കാൻ പോകട്ടോ. അത് ആ സമയം അങ്ങനെ പിടിക്കുന്ന ഒരു പരലാണിത്. ഇത് വയനാട്ടിൽ നമ്മളെ കബരി നദിയാണ് കേട്ടോ. അതായത് ഇവിടെ പ്രത്യേകിച്ച് കാണുന്ന ഒരു പരലാണ് മത്തിപ്പരൽ. ഇത് വയനാട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ പരൽ. ഇതുപോലെ പരൽ ഞാൻ വേറെ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല കേട്ടോ. ഈ പരലപ്പിടി നല്ല രസമാണ് കേട്ടോ. ഇത് ഒരിക്കലും മിസ്സാവില്ല. നല്ല നമ്മൾ ചെറിയൊരു ഹുക്കിൽ മൈദ ഇട്ടിട്ട് നമ്മൾ ഈ കുറുവ പരലൊക്കെ പിടിക്കുന്ന പോലെ ഇട്ടൊരു പ്ലോട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഇതിന് പ്ലോട്ട് അങ്ങനെ ചിന്നമിനായിട്ട് വലിച്ചിട്ട് കൂടാം. നല്ല രസമാണ് ഇതിനെ പിടിക്കാൻ. ഒരിക്കലും മിസ്സാവില്ല. കാരണം ഒരു കൂട്ടായിട്ട് അത് വരിക. അപ്പോൾ നമ്മളൊന്ന് പിടിച്ച് നോക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ മഴ കാരണം നമുക്ക് ശരിക്കുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ മാറാൻ നമ്മൾ വീഡിയോ കിട്ടുന്നുള്ളൂ. നമുക്ക് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടുന്ന കേട്ടോ. ഇതാണ് കഴിച്ച് വയനാടിൻ്റെ മത്തി കേട്ടോ. മത്തിപ്പരൽ ഇതിലെ സാധനം ഉണ്ടോ, സൈസ് ഉണ്ടോ, നല്ല സൈസ് ഉണ്ടല്ലോ. ഇതാണ് വയനാടൻ മത്തിപ്പരൽ കേട്ടോ. അടിപൊളി സാധനമാണ്. നമ്മൾ മൈദക്കാണ് നമ്മൾ പിടിക്കണേ. മൈദ ഇട്ടിട്ട് നമ്മൾ കുറുവൊക്കെ പിടിക്കും പോലെ. ഈ ടൈപ്പ് പരൽ ഞാൻ വയനാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോകാറുണ്ട്, പക്ഷെ അവിടെ നിന്ന് ഇതുപോലുള്ള പരലെ കണ്ടിട്ടില്ല. ഇനി ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഈ പരലുണ്ടെങ്കിൽ എവിടെ നിന്നും സ്ഥലം പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ. കാരണം ഇത് ഏറ്റവും കൂടുതൽ വയനാട്ടിലേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ചാലക്കുടി, തൃശ്ശൂർ, മലപ്പുറമൊക്കെ പോയിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് ഈ പരലെ കണ്ട അവിടുത്തെ പരൽ കുറുവയും പിന്നെ അതുപോലെ പലരും പരലാണ് നമുക്ക് ഇവിടുത്തെ ഡാം പരലുകളൊക്കെ കിട്ടാറ്. പക്ഷേ ഇത് വയനാട്ടിൽ മാത്രമേ കാണാമല്ലോ കേട്ടോ. വേറെ നിങ്ങൾ സ്ഥലങ്ങളിൽ എവിടെയും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ടോ ഗൈസ്, നമുക്ക് കിട്ടിയ പരലാണ് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നേരം ഇട്ടുള്ളൂ. കാരണം കഴിച്ചുകൊണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ പിടിച്ച മീനാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് മറക്കാം കേട്ടോ. നിങ്ങളുടെ നാട്ടിലെയും മീനുണ്ടെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നല്ലൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. തൽക്കാലം ബൈ ബൈ.